കിരീടം നേടുമെന്ന് ഉറപ്പായിരുന്നുവെന്നും സഞ്ജു. വിശദമായ വാർത്തയിലേക്ക്. രാജ്യത്തെ പല ഭാഗങ്ങളിലും മഴക്കെടുതി അതിരൂക്ഷമാണ്. മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ ആളുകൾ നോക്കി നിൽക്കെ ഒരു കുടുംബത്തിലെ 3 പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. 2 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഉത്തർപ്രദേശിലെ മഥുരയിൽ കൂറ്റൻ ജലസംഭരണി തകർന്നുണ്ടായ അപകടത്തിൽ ചികിത്സയിലുള്ളവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അപകടത്തിൽ 2 പേർ മരിക്കുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാകേഷ് ചേരുന്നു നാഷണൽ ഡെസ്കിൽ വിവരങ്ങളുമായി. രാകേഷ്, മഹാരാഷ്ട്രയിലെ ആ ദൃശ്യങ്ങൾ അത് അത്യന്തം ഭീതിപ്പെടുത്തുന്നതാണ്. 10 പേരടങ്ങുന്ന ഒരു കുടുംബം അപ്പാടെ ഒലിച്ചു പോകുന്ന ആ ദൃശ്യങ്ങൾ അത്യന്തം വേദനിപ്പിക്കുന്നതുമാണ്. ഒന്നും ചെയ്യാനാകാതെ കണ്ടു നിൽക്കുന്ന അവരുടെ ബന്ധുക്കളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു? അശ്വതി, ഏറെ വേദനിപ്പിക്കുന്ന ദാരുണമായ സംഭവമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. അതായത് പൂനെയ്ക്ക് സമീപമുള്ള ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് ലോണാവാല. ഈ ലോണാവാലയ്ക്ക് സമീപത്തുള്ള ബുഷി ഡാമിൻ്റെ സമീപത്തുള്ള വെള്ളക്കെട്ടിലാണ് ഇപ്പോൾ ഈ അപകടം നടന്നിട്ടുള്ളത്. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ നിരവധി പേർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴയായതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇന്നലെ പ്രത്യേകിച്ച് ഞായറാഴ്ചയായിരുന്നു, അവധിയായിരുന്നു. അങ്ങനെ വിനോദസഞ്ചാരത്തിനായി എത്തിയതാണ് ഈ പൂനെയ്ക്ക് സമീപത്തുള്ള സയ്യിദ് നഗർ എന്നുള്ള 17 പേരടങ്ങുന്ന സംഘം. ഈ സംഘത്തിലെ 9 പേർ വെള്ളത്തിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 9 പേർ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ കാര്യമായ ഒഴുക്ക് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ രാവിലെ മുതൽ ആ പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇതേ തുടർന്ന് പെട്ടെന്ന് വെള്ളം കുത്തിയൊലിച്ച് വരികയായിരുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഈ 9 പേരും ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് കാണാം. മാത്രവുമല്ല അവിടെ നിരവധി ആളുകളുണ്ടായിരുന്നു. ഈ കുടുംബാംഗങ്ങൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്കൊന്നും തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം പെട്ടെന്ന് ജലനിരപ്പ് വരികയും കുത്തിയൊലിച്ച് വെള്ളം ഒലിച്ചു വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടുകൂടി തന്നെ ഇവർക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അലമുറയിട്ട് കരകയറിയുന്നത് നമുക്ക് കാണാം. ഈ സംഘത്തിൽ 9 പേരിൽ 4 പേർ രക്ഷപ്പെട്ടു. മറ്റ് 5 പേരിൽ 3 പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഈ 3 പേരിൽ ഒന്ന് 36 വയസ്സുള്ള ഷഹിസ്ത ലിയാഖത്ത് അൻസാരി, ഒപ്പം മറ്റ് 2 പേർ കുട്ടികളാണ്. അമീമ അൻസാരി 13 വയസ്സ്, മറ്റൊന്ന് ഉമേര ആദിൽ അൻസാരി 8 വയസ്സ്. ഈ 3 പേരാണ് മരിച്ചത്. 2 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്നലെ രാത്രി ഈ തെരച്ചിൽ നിർത്തിവെച്ചിരുന്നു. പ്രത്യേകിച്ച് ഒരു വനപ്രദേശം കൂടിയാണ്, ഹിൽ സ്റ്റേഷനാണ് ഈ പ്രദേശം. ഇന്നലെ രാത്രി തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. 4 വയസ്സുള്ള
അദ്നാൻ അൻസാരി, ഒപ്പം തന്നെ മരിയ അൻസാരി 9 വയസ്സ്. ഈ 2 പേരുടെ പേരെയാണ് ഇപ്പോൾ കണ്ടെത്താനുള്ളത്. ഏതായാലും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ആളുകൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ജലനിരപ്പ് ഉയരുന്നുണ്ട്, കനത്ത മഴ ഈ പ്രദേശങ്ങളിൽ പെയ്യുന്നുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരം മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു, പക്ഷേ ആളുകൾ അവഗണിക്കുകയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഏതായാലും അതിദാരുണമായ വളരെ ദുഃഖമുണ്ടാക്കുന്ന സംഭവം, ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അശ്വതി, അതാണ് അത്യന്തം വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. പുറത്തു നിൽക്കുന്ന അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അവസ്ഥയും അത് വളരെ പരിതാപകരമാണ്. ഒന്നും ചെയ്യാനാകാതെ, ആ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാനാകാതെ, ഒരു രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാനാകാതെ കൺമുന്നിൽ ഒരു കുടുംബം അപ്പാടെ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മഹാരാഷ്ട്രയിലെ ലോണാവാലയിലാണ് ഈ അപകടം ഉണ്ടായത്. ഉത്തർപ്രദേശിലെ മഥുരയിൽ കൂറ്റൻ ജലസംഭരണി തകർന്ന് വലിയ അപകടമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന്. അവിടെ 2 പേർ മരിച്ചു, 12 പേർക്ക് പരിക്കേറ്റു എന്നറിയുന്നു. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? അശ്വതി, ഇന്നലെ രാത്രിയാണ് മധുരയിലെ കൃഷ്ണനഗറിൽ കൂറ്റൻ ജലസംഭരണി തകർന്നു വീണത്. ഇന്നലെ അതൊരു ജനവാസ മേഖലയ്ക്ക് അല്ലെങ്കിൽ ഫ്ളാറ്റുകൾക്കും മറ്റു വീടുകൾക്കും ഇടയിലുള്ള ഒരു ജലസംഭരണിയാണത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കാനുള്ള കാരണം. 2 പേരുടെ മരണം ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ 12 പേർ ഗുരുതരമായ നിലയിൽ ചികിത്സയിൽ തുടരുകയാണ്. അത് തന്നെയാണ് ആശങ്കയിടയാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ 12 പേരിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അത് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നലെ രാത്രി ഉണ്ടായ അപകടം നടക്കുമ്പോൾ ഈ പ്രദേശത്ത് നിരവധി പേർ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ കൂടി ഉയരുന്നു. അതിലൊന്ന്, 3 വർഷം മുമ്പ് മാത്രം യാഥാർത്ഥ്യമായ ഒരു ടാങ്കാണിത്. അതിനെങ്ങനെ ഇത്ര പെട്ടെന്ന് അപകടം സംഭവിച്ചു എന്ന തരത്തിലുള്ള വിവാദമാണ് ഉയരുന്നത്. ഏതായാലും ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുകയാണ്. പല സംസ്ഥാനങ്ങളിലും അതിരൂക്ഷമായ മഴക്കെടുതിയുണ്ട്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും സമാനമായ സ്ഥിതി തുടരുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റോഡൊക്കെ ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ മണിപ്പൂരിൽ പാലം തകർന്നു വീണിരുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മഴ നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിശക്തമായ മഴ അടുത്ത 2 ദിവസം കൂടി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഒപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതാണ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിവിധയിടങ്ങളിൽ. രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴക്കെടുതി തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ ആളുകൾ നോക്കി നിൽക്കെ ഒരു കുടുംബത്തിലെ 3 പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചതാണ്. 9 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഒഴുക്കിൽപ്പെട്ടത്. അപ്രതീക്ഷിതമായി വെള്ളം ഉയരുകയും ഒഴുക്ക് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവർക്ക് തിരിച്ചു കയറാനാകാതെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ കുടുംബം അപ്പാടെ ഒലിച്ചു പോവുകയും 3 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. അത്യന്തം ദാരുണമായ ദൃശ്യങ്ങളാണ് മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ നിന്നും പുറത്തുവന്നത്. ബ്രിട്ടീഷ് കാലത്തെ ക്രിമിനൽ നിയമങ്ങൾ ഉപേക്ഷിച്ച് രാജ്യം ഇന്നു മുതൽ പുതിയ നിയമവ്യവസ്ഥയിലേക്ക്. കോടതികൾക്കും പോലീസിനുമെല്ലാം ഇനി പുതിയ ക്രിമിനൽ നിയമങ്ങളായിരിക്കും ബാധകം. ഭാരതീയ ന്യായ സംഹിത, നാഗരിക സുരക്ഷാ സംഹിത, സാക്ഷ്യ അധിനിയമം എന്നീ പേരുകളിലാണ് പുതിയ നിയമങ്ങൾ. 1860 മുതൽ ഉണ്ടായിരുന്ന IPC, 1898 മുതലുള്ള CRPC, 1872 തെളിവ് നിയമം എന്നിവയാണ് മാറുന്നത്.
നൂറ്റാണ്ടിലധികമായി തുടർന്ന നിയമവ്യവസ്ഥ മാറുമ്പോൾ വകുപ്പുകളിലും നമ്പറുകളിലും കാര്യമായ വ്യത്യാസമുണ്ട്. തൃശൂർ പോലീസ് അക്കാദമിയിലും തിരുവനന്തപുരത്തെ പോലീസ് ട്രെയിനിംഗ് സെന്ററിലും കേരളത്തിലെ സേനാംഗങ്ങൾക്ക് 3 മാസത്തിലേറെയുള്ള പരിശീലനം നൽകിയിരുന്നു. എങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കിയേക്കാം. വകുപ്പിൽ മാറ്റമുണ്ടായാലും തെളിവ് ശേഖരണത്തിൽ വീഴ്ച പറ്റിയാലും കേസിനെ ബാധിക്കും. പുതിയ നിയമത്തിൽ വകുപ്പ് 113-ലാണ് ഭീകരപ്രവർത്തനം ഉൾപ്പെടുക. സംഘടിത കുറ്റകൃത്യം 111-ലും. രണ്ടിനും IPC-യിൽ വകുപ്പുകൾ ഉണ്ടായിരുന്നില്ല. സുവർഗാനുരാഗം കുറ്റമാക്കുന്ന 377 ഒഴിവാക്കി. കൊലക്കുറ്റത്തിനുള്ള IPC 302 പുതിയതിൽ 103-ാം വകുപ്പാണ്. പിടിച്ചുപറിക്കുള്ളതാണ് ഇനി 302-ാം വകുപ്പ്. ഗൂഢാലോചനയ്ക്കുള്ള 120B ഇനി 60(1) നിയമവിരുദ്ധ സംഘം ചേരലിന് 14-ന് പകരം 187 ആയിരിക്കും. 420 നിലവിൽ വഞ്ചന കുറ്റമാണ്. ഈ നമ്പറിൽ മറ്റു വകുപ്പ് പുതുതായില്ല. 316-ാം വകുപ്പിലാണ് തട്ടിപ്പ് കൈകാര്യം ചെയ്യുന്നത്. രാജ്യദ്രോഹത്തിനുള്ള 124A ഇനി 150 ആകും. കൈക്കൂലി 171B-യിൽ നിന്ന് 170, സ്ത്രീധനമരണം 304B-യിൽ നിന്ന് 80, ബലാത്സംഗം 375-ൽ നിന്ന് 63, മോഷണക്കുറ്റം 378-ൽ നിന്ന് 303, വിശ്വാസവഞ്ചന 405-ൽ നിന്ന് 316 എന്നിങ്ങനെ മാറും. ഫോറൻസിക് ഉദ്യോഗസ്ഥർക്കും തെളിവ് ശേഖരണത്തിൽ പരിശീലനം നൽകി. 90 ദിവസത്തിനുള്ളിൽ നിർബന്ധമായും കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് പുതിയ നിയമത്തിൽ അനുശാസിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ന് നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരം രാജ്യത്തെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഡൽഹി കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യ FIR രജിസ്റ്റർ ചെയ്തത്. തെരുവ് കച്ചവടക്കാരനെതിരെയാണ് കേസ്. വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, ഈ പുതിയ ക്രിമിനൽ നിയമപ്രകാരം രാജ്യത്തെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് അറിയുന്നു. ചില അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. ഈ പുതിയ കേസ്, ആദ്യ കേസ്, അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അശ്വതി, കൊളോണിയൽ കാലത്തെ നിയമങ്ങളിൽ മാറ്റം വരുത്തി രാജ്യത്തിന് ഉതകുന്ന തരത്തിൽ പുതിയ രീതിയിൽ നിയമസംഹിത പൊളിച്ചു എഴുതുന്നു എന്നാണ് BJP പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് IPC, തെളിവ് നിയമം, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നിവ മാറ്റി പുതിയ രൂപത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് BJP അവകാശപ്പെടുന്നത്. അതിൽ തന്നെ ഇന്ന് ഇപ്പോൾ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഡൽഹിയിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കമല മാർക്കറ്റിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ ഫുട് ഓവർ ബ്രിഡ്ജിന് താഴെ ഫലവർഗ്ഗങ്ങൾ വിൽപ്പന ചെയ്യുന്ന ആൾക്കെതിരെയാണ് ആദ്യത്തെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 285 വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാൾ ഒരു തെരുവ് കച്ചവടക്കാരനാണ്. അയാൾക്കെതിരെയാണ് ആദ്യത്തെ FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതേ രീതിയിൽ മാതൃകയിൽ ഇനി മറ്റ് കേസുകൾ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇന്ത്യൻ ശിക്ഷാ നിയമം പൊളിച്ചെഴുതിക്കൊണ്ട് പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്ന നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ ആയിരിക്കുകയാണ്. 3 നിയമങ്ങൾ, അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമം, ഇന്ത്യൻ പീനൽ കോഡ്, തെളിവ് നിയമം എന്നിവയാണ് പൊളിച്ചെഴുതിയിരിക്കുന്നത്. അതിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഏത് സ്ഥലത്ത് നിന്നും FIR ഇടാം. അതായത് പ്രദേശം കണക്കിലെടുക്കേണ്ട സാഹചര്യമില്ല, ജൂറിസ്ഡിക്ഷൻ കണക്കിലെടുക്കേണ്ട സാഹചര്യമില്ല. അല്ലാതെ തന്നെ ഈ FIR ഇടാൻ പറ്റും. സമൻസ് SMS വഴി സമൻസ് അയക്കാം എന്ന് തുടങ്ങിയ പ്രത്യേകതകൾ ഇതിലുണ്ട്. ഒപ്പം തന്നെ 45 ദിവസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണം, 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. വലിയ വിമർശനങ്ങളും ഈ പുതിയ നിയമങ്ങളെ തുടർന്ന് പ്രതിപക്ഷം ഉയർത്തുന്നുമുണ്ട്. അശ്വതി, ശരി. എന്തായാലും ഇന്ന് നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരം രാജ്യത്തെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ഡൽഹി കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യ FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. തെരുവ് കച്ചവടക്കാരനെതിരെയാണ് ആ കേസ്. എന്തായാലും അദ്ദേഹം ആ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. പാർലമെന്റിൽ രാഷ്ട്രപതിക്കുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം ഇന്ന് സഹകരിക്കും. നീറ്റ് ചോദ്യപേപ്പറിൽ ചോർച്ചയിൽ പ്രതിഷേധം അറിയിച്ച ശേഷം ചർച്ചയിൽ പങ്കെടുക്കാനാണ് തീരുമാനം. ചർച്ചയിൽ വിഷയം ഉന്നയിക്കാനാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ ചർച്ചയ്ക്ക് നാളെ മറുപടി നൽകും. കേരളത്തിൽ നിന്നുള്ള എളമരം കരീം, ബിനോയ് വിശ്വം എന്നിവരുടെ കാലാവധി ഇന്ന് അവസാനിക്കും.
ആർ രാകേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാകേഷ്, ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പാർലമെന്റിൽ സംഭവിക്കുക? അശ്വതി, ഇന്നും പ്രതിഷേധം തുടരും പ്രതിപക്ഷം. നീറ്റ് വിഷയത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ സ്പീക്കർ ഓം ബിർള അതിന് അനുമതി നൽകാനുള്ള സാധ്യതയില്ല. കാരണം നന്ദിപ്രമേയ ചർച്ച തുടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അംഗങ്ങൾക്ക് ഈ വിഷയം ചർച്ചയ്ക്കിടെ ഉന്നയിക്കാം എന്ന നിലപാട് സ്പീക്കർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ആദ്യം പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനുശേഷം ഈ ചർച്ചയുമായി സഹകരിക്കാം എന്നൊരു തീരുമാനത്തിലാണ് പ്രതിപക്ഷം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അനുരാഗ് ഠാക്കൂർ ആയിരിക്കും, BJP അംഗം അനുരാഗ് ഠാക്കൂർ ആയിരിക്കും ഈ ചർച്ചയ്ക്ക് തുടക്കമിടുക. 16 മണിക്കൂർ ചർച്ചയാണ് ഇപ്പോൾ ലോക്സഭയിൽ നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയും. രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച ആരംഭിച്ചിരുന്നു. 21 മണിക്കൂർ ചർച്ചയാണ് രാജ്യസഭയിൽ നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റന്നാളായിരിക്കും പ്രധാനമന്ത്രി രാജ്യസഭയിൽ മറുപടി പറയുക. ഒപ്പം തന്നെ അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടാനായി ഉപയോഗിക്കുന്നു എന്ന ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നതാണ്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ CBI കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആം ആദ്മി പാർട്ടിയും ഇന്ന് പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഒപ്പം പിന്തുണയോടുകൂടിയുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ആം ആദ്മി പാർട്ടി ഉള്ളത്. മറ്റൊരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകിയേക്കില്ല എന്ന സൂചന കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. TDPക്ക്, അതായത് NDAയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി TDPക്ക് ഡെപ്യൂട്ടി സ്പീക്കർ നൽകാം എന്നൊരു ആലോചനയാണ് BJPയിലുള്ളത്. TDP ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. BJP ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ നിർദ്ദേശം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് TDP വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അങ്ങനെയെങ്കിൽ ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ സഖ്യം പരിഗണിച്ചിരുന്നത് സമാജ്വാദി പാർട്ടി നേതാവ്, പ്രത്യേകിച്ച് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിലുള്ള MP അവധേഷ് പ്രസാദ് സിംഗിനെ മത്സരിപ്പിക്കാനാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ സഖ്യവും സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും കേരളത്തിൽ നിന്നുള്ള 2 അംഗങ്ങളുടെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഒന്ന് ബിനോയ് വിശ്വം, 2 എളമരം കരീം. നാളെ പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. ജോസ് കെ മാണി വീണ്ടും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നെങ്കിൽ ലീഗിൽ നിന്ന് ഹാരിസ് ബീരാൻ, ഒപ്പം തന്നെ CPI നിന്ന് PP സുനീർ എന്നിവരും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അശ്വതി, ശരി. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നീറ്റ് ചോദ്യപേപ്പറിൽ പ്രതിഷേധം ഇന്നും തുടരാനാണ് സാധ്യത. പ്രതിപക്ഷം ഇന്ന് നന്ദിപ്രമേയ ചർച്ചയിൽ സഹകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങൾക്കിടെ നീറ്റ് UGC പുനഃപരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്ന വാർത്ത വരുന്നു. മെയ് 5 നടന്ന പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നടത്തിയ പരീക്ഷയുടെ ഫലമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചത്. 813 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 750 പേർ പരീക്ഷ എഴുതിയിരുന്നില്ല. ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തിയില്ല എന്നായിരുന്നു ഇന്ത്യ ആദ്യം അറിയിച്ചിരുന്നത്. പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയതും വിവാദമായിരുന്നു. ജൂൺ 23-നായിരുന്നു പുനഃപരീക്ഷ. സുവി വിശ്വനാഥ് ചേരുന്നു വിവരങ്ങളുമായി. സുവി, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പരീക്ഷാ ഫലം എത്ര വിദ്യാർത്ഥികളുടേതാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് പുനഃപരീക്ഷാ ഫലങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തില്ല, ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്താതെയാണ് ഫലം പ്രസിദ്ധീകരിക്കുക എന്നായിരുന്നു നീറ്റ് പരീക്ഷ ആദ്യം നടക്കുന്നതിന് മുമ്പ് തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറഞ്ഞിരുന്നത്. എന്നാൽ പരീക്ഷയ്ക്ക് ശേഷം ചില വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ചും ബീഹാറിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയിരുന്നു. 1563 വിദ്യാർത്ഥികൾക്കാണ് ഗ്രേസ് മാർക്ക് നൽകിയത്. ഇത് വലിയ തോതിലുള്ള വിവാദമായിരുന്നു. മാർക്ക് റാങ്കിങ്ങിനെ തന്നെ ഇത് ബാധിച്ചിരുന്നു. ഇത് വലിയ രീതിയിൽ ചോദ്യം ചെയ്ത സാഹചര്യത്തിലാണ് ഈ കുട്ടികളോട് വീണ്ടും പുനഃപരീക്ഷ എഴുതാൻ സുപ്രീം കോടതി ഉൾപ്പെടെ നിർദ്ദേശിക്കുകയും NTA വീണ്ടും പുനഃപരീക്ഷ എഴുതാൻ അനുവദിക്കുകയും ചെയ്തത്. ആ രീതിയിൽ പരീക്ഷ നടന്നത് ജൂൺ 23-നായിരുന്നു. 1563 വിദ്യാർത്ഥികളാണ് ഗ്രേസ് മാർക്ക് ലഭിച്ചത്. ആ 1563 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷ നടത്തിയത്. അതിൽ 813 പേർ ഹാജരായി. 750ഓളം വിദ്യാർത്ഥികൾ ആ പരീക്ഷ എഴുതുകയും ചെയ്തില്ല. അതിന്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ എഴുതാത്തവർക്ക് ആദ്യത്തെ ഫലം തന്നെ പരിഗണിക്കും, പക്ഷെ ഗ്രേസ് മാർക്ക് പരിഗണിക്കില്ല. പക്ഷെ എഴുതിയ വിദ്യാർത്ഥികളുടെ പുതിയ ഫലമാണ് പരിഗണിക്കുക എന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നിലവിൽ പുനഃപരീക്ഷ ജൂൺ 23-ന് നടന്ന പുനഃപരീക്ഷയുടെ ഫലങ്ങൾ ഇപ്പോൾ NTAയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.
കഴിഞ്ഞ വ്യാഴാഴ്ച ലോകമാകമാനം പ്രത്യേകിച്ച് അമേരിക്കയിൽ ജനത ഒന്നടങ്കം കാത്തിരുന്ന ഒരു ഡിബേറ്റ് ആയിരുന്നു പ്രസിഡന്റ് ബൈഡനും അതുപോലെ തന്നെ പ്രസിഡന്റ് ട്രംപുമായിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ രണ്ട് ഭാഗത്തുനിന്നും നിരാശയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്: ഒരു കൺവിക്റ്റഡ് ഫെലഡായ ട്രംപിനെ ആണോ ഇലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒക്ടോജനറൽ 82 വയസ്സായ അല്ലെങ്കിൽ വളരെയധികം വയോധികനായ ഒരു പ്രസിഡന്റ് ജോ ബൈഡനെയാണോ ഇലക്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും പ്രത്യേകിച്ച് ആൻസർ ഒന്നും ഇല്ല. എന്നാൽ രണ്ടു പാർട്ടിയും ഇതുവരെ അവരുടെ പ്രസിഡന്റിന്റെ കാൻഡിഡേറ്റിന്റെ പുറകിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനായിട്ട് ഡെമോക്രാറ്റുകളെ ഫോഴ്സ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ഡിബേറ്റിൽ ഉണ്ടായത്. അപ്പൊ അതൊരു വലിയൊരു റൂമാണ് അത് ഓപ്പൺ ആയിരിക്കുന്നത്. ഡെമോക്രാറ്റുകൾക്ക് ഇടയിലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലും ഇപ്പൊ ഈ ചർച്ച ഇവിടെ അമേരിക്കയിൽ വളരെയധികം വ്യാപകമാണ്. പ്രസിഡന്റ് ബൈഡൻ പിന്മാറുകയോ ഇല്ലയോ എന്ന് ചോദിച്ചു. BJP നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. കരമന ഹരിയാണ് മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചത്. എന്നാൽ മുതലാളിയുടെ പേര് പറയണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ആവശ്യപ്പെട്ടെങ്കിലും പേര് പറയാൻ കരമന ഹരി തയ്യാറായില്ല. മറുപടി പ്രസംഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ നടപടി പരിശോധിക്കുമെന്നും ഇത്തരം സമീപനങ്ങൾ ശരിയല്ല എന്നും M. സ്വരാജ് മുന്നറിയിപ്പ് നൽകി. VV അരുൺ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഈ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ വലിയ വിമർശനം ഉയരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കരമന ഹരിയുടെ വിമർശനം ഏത് രീതിയിലായിരുന്നു, എന്തൊക്കെയാണ്? അതിരൂക്ഷമായ വിമർശനവും ആരോപണവുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത്. ഒരു വ്യവസായി എന്ന് പറയുമ്പോൾ BJP നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യവസായിക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസിന്റെ അടുക്കളയിൽ വരെ പ്രവേശനമുണ്ട്. ആ തരത്തിലുള്ള ബന്ധമുണ്ട്. ഈ ആൾ തന്നെയാണ് BJPയുടെ നേതാക്കളും അവരുടെ അമിത്ഷായുടെ മകനടക്കം തിരുവനന്തപുരത്ത് വരുമ്പോൾ അവരെ പത്മനാഭസ്വാമി ദർശനത്തിനടക്കം കൊണ്ടുപോകുന്നത്. അത്തരം ആളുകളുമായാണ് മുഖ്യമന്ത്രിക്ക് ബന്ധമെന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരി ഉന്നയിച്ചത്. തുടർന്ന് ആരാണ് വ്യവസായി എന്ന് വ്യക്തമാക്കണമെന്ന് മേൽക്കമ്മിറ്റിയിൽ പങ്കെടുത്ത CPM സംസ്ഥാന സെക്രട്ടറി അംഗം M. സ്വരാജ് ആവശ്യപ്പെട്ടു. എന്നാൽ ഹരി അതിന് തയ്യാറായില്ല. അതിനൊടുവിലാണ് ഇന്നലെ മറുപടി പ്രസംഗത്തിൽ M. സ്വരാജ് ഇത്തരം പ്രവണതകൾ ശരിയല്ല, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പാടില്ല, അങ്ങനെ പറയുന്നെങ്കിൽ കൃത്യമായ തെളിവ് വേണം, അല്ലെങ്കിൽ ആരാണെന്ന് വ്യക്തമാക്കണം, ഇല്ലാത്ത കാര്യങ്ങളിൽ കൂടുതൽ പരിശോധിക്കേണ്ടി വരും, അതായത് ഒരു നടപടി ഉണ്ടാകുമെന്ന സൂചന നൽകിയാണ് M. സ്വരാജ് മറുപടി പ്രസംഗം നടത്തിയത്. കഴിഞ്ഞ ദിവസം സ്പീക്കർ AN ഷംസീറിനെതിരെയും സമാനമായ ഒരു ആരോപണം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു. ഷംസീറിനെതിരെ ഉയർന്ന ആരോപണം ഒരു വ്യവസായിയുമായി, തലസ്ഥാനത്തെ ഒരു വ്യവസായിയുമായി ബിസിനസ് ബന്ധങ്ങളുണ്ട് ഷംസീറിന്, അത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് ചേർന്നതല്ല എന്ന വിമർശനമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. അതായത് മുതലാളിത്ത ചങ്ങാത്തം CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ജില്ലാ കമ്മിറ്റിയിൽ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അതുപോലെ നിയമസഭാ സ്പീക്കർ AN ഷംസീറിനെതിരെയുമാണ് എന്നതും വളരെ പ്രാധാന്യമുള്ള ഗൗരവമുള്ള കാര്യമാണ്. മറ്റു തർക്കങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ ജില്ലാ കമ്മിറ്റി ഉണ്ടായി. അത് ഒരു വിമർശനം, അതായത് മുസ്ലിം സമുദായത്തോട് കാട്ടുന്ന സമീപനത്തിൽ ഒരു വിമർശനം ഉയർന്നപ്പോൾ അത് പ്രീണനം എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ സെക്രട്ടറി ശോഭിച്ചു. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. തെറ്റായാണ് ജില്ലാ സെക്രട്ടറി കാര്യങ്ങൾ എടുത്തത്. സ്വരാജ് ഇടപെടണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. തുടർന്ന് വിമർശനങ്ങൾ തെറ്റായി ഉൾക്കൊണ്ടതാണ് പ്രശ്നം, അത് തിരുത്തണമെന്ന് ജില്ലാ സെക്രട്ടറി V. ജോയിയോട് M. സ്വരാജ് ആവശ്യപ്പെടുകയും അദ്ദേഹം തിരുത്തുകയും ചെയ്തു. അത്തരത്തിൽ അതിരൂക്ഷമായ വിമർശനവും വാഗ്വാദങ്ങളുമാണ് CPMന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരുന്ന ആരോപണങ്ങളെ എന്തുകൊണ്ട് പ്രതിരോധിക്കാനായില്ല? നേരത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന കോടിയേരി ബാലകൃഷ്ണൻ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അത് നിയമത്തിന്റെ വഴിക്ക് പോകും, ബിനീഷിന്റെ കാര്യം ബിനീഷ് നോക്കും, പാർട്ടിക്കെതിരെ ബന്ധമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് പാർട്ടി രക്ഷിച്ചയാളാണ് കോടിയേരി ബാലകൃഷ്ണൻ. എന്നാൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല? മകൾ വീണ വിജയനെതിരെ എക്സാലോജിക്ക് അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ എന്തിനു മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങളും ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു. ശരി അരുൺ, ഒന്ന് തുടരണം. നമുക്ക് നിയമസഭാ വാർത്തകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന മാനസിക സമ്മർദ്ദം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷം. പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദവും വർദ്ധിക്കുന്ന ആത്മഹത്യയുമാണ് ഉന്നയിക്കുക. സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായാകും വിഷയം പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരിക. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, പോലീസ് ഉദ്യോഗസ്ഥർക്കായി പ്രതിപക്ഷം എത്തുന്നു എന്ന ഒരു കൗതുകം കൂടി ഇക്കാര്യത്തിലുണ്ട്. മറ്റെന്തൊക്കെയാണ് ഇന്ന് സഭയുടെ പരിഗണനയിൽ വരുന്ന വിഷയങ്ങൾ? സബ് ട്രഷറിയുടെ കെട്ടിടം ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. വളരെ പരിമിതമായ നിമിത്തം പാറശാല സ്വദേശി മദനകുമാർ അടക്കം നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സമീപകാലത്ത് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തു. ഇത് ഗുരുതരമായ സാഹചര്യമാണ്. ഇത്
സഭ നിർത്തിവ ചർച്ച ചെയ്യണമെന്നാണ് PC വിഷ്ണു നൽകിയ ഉപക്ഷേപത്തിൽ പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നിരവധി പോലീസുകാരാണ്, കഴിഞ്ഞ കുറെ നാളുകളായി എത്ര ഒരു പ്രവണത പോലീസിലുണ്ട്. പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നു, ജോലി വിട്ടുപോകുന്നു, നാട് വിട്ടുപോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പലരും മാനസിക സമ്മർദ്ദത്തിന് ചികിത്സയിലാകുന്നു. ഈ സർവീസ് കാലാവധി അവസാനിക്കുന്ന മുമ്പേ VRS എടുക്കുകയും മറ്റ് സർവീസുകളിലേക്ക് പോകുന്ന പോലീസുകാരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. ഇത് അമിത ജോലി ഭാരവും അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനവുമാണ് എന്ന ആരോപണമാണ് ഉയരുന്നത്. പല ആത്മഹത്യകളിലും അത്തരം പല വിമർശനങ്ങൾ കുടുംബാംഗങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ചിരുന്നു. ആ സാഹചര്യമാണ് ഇന്ന് സഭയിൽ വരുന്നത്. PC വിഷ്ണുനാഥാണ് ഇത് സംബന്ധിച്ച സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു പ്രശ്നം നേരത്തെ സർക്കാർ ശരിവച്ചതാണ്. ഇത്തരം പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട്. അത് പരിഹരിക്കാൻ അവർക്ക് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ നിർദ്ദേശിച്ചത്. എന്നിട്ടും ഇതിനൊരു കുറവുണ്ടാകുന്നില്ല. കഴിഞ്ഞ മാസവും 4 ഉദ്യോഗസ്ഥരാണ് അടുത്ത ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്തത്. നിയമസഭ ചേരുകയാണ്. വിൽപ്പന കരാർ ലംഘിച്ചതിന് DGPയുടെ 10.8 സെന്റ് ഭൂമി ജപ്തി ചെയ്യാൻ ഉത്തരവ്. ഷെയ്ഖ് ദർവേഷ് സാഹിബിനും ഭാര്യയ്ക്കുമെതിരെയാണ് കോടതി വിധി. ഭൂമി വിൽക്കാനായി 30 ലക്ഷം മുൻകൂർ വാങ്ങിയ ശേഷം കരാർ ലംഘിച്ചു എന്നാണ് പരാതി. പണം തിരികെ നൽകിയാൽ ജപ്തി ഒഴിവാക്കും. VV വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, ഏത് കരാറാണ് ഇവർ ലംഘിച്ചത്? എന്താണ് സംഭവം? അശ്വതി, ഈ ഭൂമി വിൽക്കുന്നതിന് വേണ്ടി 74 ലക്ഷം രൂപയുടെ കരാർ ഉണ്ടാക്കുകയും അതിൽ 30 ലക്ഷം രൂപ മുൻകൂറായി വാങ്ങുകയും ചെയ്തു എന്ന് പരാതിക്കാരൻ പറയുന്നു. തുടർന്ന് കരാർ ലംഘിക്കുകയായിരുന്നു. ഈ 30 ലക്ഷം രൂപ കൈപ്പറ്റിയ ശേഷം കരാർ ലംഘിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനും ഭാര്യയ്ക്കുമെതിരെയാണ് നേരത്തെ പരാതി നൽകിയിരുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. 10.8 സെന്റ് ഭൂമി ജപ്തി ചെയ്തുകൊണ്ടാണ് കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ കോടതി ജപ്തി നടപടി സ്വീകരിക്കുകയായിരുന്നു. പണം തിരികെ നൽകുമ്പോൾ ജപ്തി ഒഴിവാക്കുമെന്നാണ് ഇപ്പോഴത്തെ വ്യവസ്ഥ. ഭൂമി വാങ്ങാൻ കരാർ ഒപ്പിട്ട വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി സബ് ജഡ്ജിയാണ് ഇത്തരമൊരു വിധി പ്രഖ്യാപിച്ചത്. DGPയുടെ ഭാര്യ S. ഷരീദ ഫാത്തിമയുടെ പേരിൽ പേർക്കുട വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 23 റിസർവ് നമ്പർ 140/3 ആയുള്ള ഭൂമി വിൽക്കാൻ 2023 ജൂൺ 22 വഴുതക്കാട് സ്വദേശിയുമായി കരാർ ഒപ്പിട്ടത്. പരാതിക്കാരൻ നടത്തിയ അന്വേഷണത്തിൽ ഇതേ ഭൂമി പൊതുമേഖലാ ബാങ്കിൽ പണയത്തിലാണെന്നും 20 ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നും മനസ്സിലാക്കി പലിശയും ചെലവും ഉൾപ്പെടെ 33.35 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ആണ് ഈ പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത്. ഈ കഴിഞ്ഞ 28-നാണ് ഭൂമിയിൽ ജപ്തി നോട്ടീസ് പതിച്ചത്. അശ്വതി, ശരി. DGPയുടെ 10.8 സെന്റ് ഭൂമി ജപ്തി ചെയ്യാനാണിപ്പോൾ ഉത്തരവായിരിക്കുന്നത്. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് 4 വർഷ ബിരുദത്തിന് ഇന്ന് തുടക്കം. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിർണായക ചുവടുവയ്പ് എന്ന രീതിയിലാണ് സർക്കാർ 4 വർഷ ബിരുദം അവതരിപ്പിക്കുന്നത്. അതേസമയം പുതിയ തീരുമാനത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് ഗവർണറുടെ പ്രതികരണം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനത്തോടെയാണ് 4 വർഷ ബിരുദത്തിന് സർക്കാർ തുടക്കമിടുന്നത്. സംസ്ഥാനത്തെ വിവിധ ക്യാമ്പസുകളിൽ നവാഗത വിദ്യാർത്ഥികൾക്കായി വർണ്ണാഭമായ പ്രവേശനോത്സവം ഒരുക്കും. മുതിർന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലാകും പുതുമുഖങ്ങളെ സ്വീകരിക്കുക. തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നടക്കുന്ന സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന പരിപാടി എല്ലാ കോളേജുകളിലും തത്സമയം പ്രദർശിപ്പിക്കും. തുടർന്ന് ക്യാമ്പസ് തല ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമാവും. പുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ ക്ലാസും ഇന്ന് നടക്കുന്നുണ്ട്. തൊഴിൽ ശേഷി വളർത്തലും ഗവേഷണ പ്രവർത്തനങ്ങളും സംയോജിപ്പിച്ചുള്ള പാഠ്യപദ്ധതിയാണ് 4 വർഷ ബിരുദത്തിൽ മുന്നോട്ട് വെക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അഭിരുചിക്കനുസരിച്ച് പഠന വിഷയം തെരഞ്ഞെടുക്കാമെന്നതും കോഴ്സിന്റെ പ്രത്യേകതയാണ്. അതേസമയം പുതിയ പദ്ധതിക്കെതിരെ വിമർശനങ്ങളും മറുവശത്തുയരുന്നുണ്ട്. ചടങ്ങിൽ ഗവർണർക്ക് ക്ഷണമില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ചരിത്രപരമായ പരിഷ്കാരത്തിന് തുടക്കം കുറിക്കുമ്പോഴാണ് സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണറെ അവഗണിക്കുന്നതെന്നതാണ് വൈരുദ്ധ്യം. പരിപാടിയെക്കുറിച്ച് അറിവില്ലെന്നാണ് ഗവർണർ പറയുന്നത്. ഇതിനു പുറമെ വേണ്ടത്ര തയ്യാറെടുപ്പുകളില്ലാതെ തുടങ്ങുന്ന പദ്ധതി തിരിച്ചടിയാകുമെന്ന ആരോപണവുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.
ബാർക്കോഴ കേസിലെ വ്യവസായി അനിമോന്റെ ബന്ധുവാണ് താനെന്ന് CPM സംസ്ഥാന സമിതി അംഗം K. അനിൽകുമാർ സമ്മതിച്ചതിൽ സന്തോഷമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അനിമോനെ സ്ഥിരമായി വിളിക്കാറുണ്ട് എന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ വാദവും പ്രസക്തമാണ്. കോട്ടയത്ത് തിരുവഞ്ചൂരും അനിൽകുമാറും തമ്മിലുള്ള പോര് തുടരുകയാണ്. എന്തായാലും ബാർക്കോഴ വിഷയത്തിൽ കോട്ടയത്തെ CPM സംസ്ഥാന സമിതി അംഗം K. അനിൽകുമാറും ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തമ്മിലുള്ള ഒരു പോര് തുടരുന്ന കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തി ഈ ഏതെങ്കിലും ഒരു CPM സംസ്ഥാന സമിതി അംഗത്തിന്റെ ബന്ധു ആണ് അനിമോൻ എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യമല്ല, അത് പ്രസക്തമല്ല അദ്ദേഹം എന്നത് ചൂണ്ടിക്കാണിച്ചത്. അതിന് മറുപടിയാണ് തിരുവഞ്ചൂർ പറയുന്നത്. ഒന്ന്, ഇതാദ്യമായി K. അനിൽകുമാറിന്റെ പേരെടുത്ത് പറഞ്ഞു തന്നെ അനിൽകുമാറിന് അനിമോനുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തിരുവഞ്ചൂർ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് തന്നെയാണ് അനിൽകുമാർ ഫലത്തിൽ സമ്മതിക്കുകയും ചെയ്തത് എന്ന് തിരുവഞ്ചൂർ പറയുന്നു. അദ്ദേഹത്തിന്റെ അളിയൻ തന്നെയാണ് ഇപ്പൊ പ്രശ്നം. അതുകൊണ്ട് അളിയനാണെന്ന് ബോധ്യപ്പെട്ടവൻ പറയാ പണം പിരിച്ചതല്ല പ്രശ്നം, അതിന്റെ വാട്സപ്പ് മെസ്സേജ് പുറത്തു പോയതാണ് പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെയുണ്ടോ? മോഷ്ടിക്കുന്നതല്ല പ്രശ്നം, മോഷണം കണ്ടോണ്ടിരുന്നതാണ് പ്രശ്നം എന്ന് പറയുന്ന കാലമുണ്ടോ? അനിൽകുമാറിന്റെ അളിയനില്ലേ ഈ അനുമോൻ പെങ്ങളെ വിവാഹം കഴിച്ചത് ആരാന്ന് അദ്ദേഹത്തോട് അന്ന് ഇന്നലെ ചോദിച്ചാൽ മതിയായിരുന്നു. അദ്ദേഹം അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതാ അങ്ങനെ ബന്ധമൊക്കെ ഒത്തിരി ഉണ്ടാവും, ബന്ധത്തിന്റെ ഒന്നും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ബന്ധം സമ്മതിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, ബന്ധം സമ്മതിച്ചല്ലോ. ആ ബന്ധുവല്ല ഇത് പിരിച്ചത്. ആ പിരിച്ചത് ആർക്ക് വേണ്ടിയാ? CPMന്റെ പേര് പറഞ്ഞ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന മൂന്നാമതൊരാൾ എന്ത് തീരുമാനിക്കും? ഒപ്പം തന്നെ മകന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുതുമുത്തച്ഛന്റെ ബാറാണിത്. അതിന്റെ പേരിലാണ് ഇതിലേക്ക് തന്റെ മകനെ വലിച്ച് ഇഴച്ചത്. ഇത് ശരിയായ രാഷ്ട്രീയമല്ലെന്നും തിരുവഞ്ചൂർ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. എന്തായാലും കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ ഇത് പ്രധാനപ്പെട്ട സംഭവമായി മാറുന്ന ഒന്ന് MLA ആണ്. മറ്റത് അപ്പുറത്ത് നിൽക്കുന്ന CPM സംസ്ഥാന സമിതി അംഗം കഴിഞ്ഞ തവണ തിരുവഞ്ചൂരിനെതിരെ മത്സരിച്ച ആളുകൂടിയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പോരു കൂടിയുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ തിരുവഞ്ചൂരിന്റെ വസതിയിലേക്ക് CPM മാർച്ച് നടത്തിയതിന് പിന്നാലെയാണ് ഇതിൽ അനിൽകുമാറിന്റെ പങ്കുണ്ട്, അനിൽകുമാറിനെ ചോദ്യം ചെയ്യണം എന്നതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അനിൽകുമാറിന്റെ പേരെടുത്ത് പറയാതെ തിരുവഞ്ചൂർ അന്ന് രംഗത്ത് വന്നത്. എന്തായാലും ഇവർക്കിടയിലെ ഒരു രാഷ്ട്രീയം, അതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കെ അത് കൂടുതൽ തീവ്രതയോടെ മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എറണാകുളം കോതമംഗലം കീരമ്പാറയിൽ ജനവാസ മേഖലയിൽ ഭീതി വിതച്ച് കാട്ടാന. കൃഷിയും വളർത്തുമൃഗങ്ങളുടെ കൂടും കാട്ടാന നശിപ്പിച്ചു. അരമണിക്കൂറോളം ദം പിടിച്ച ശേഷമാണ് കാട്ടിലേക്ക് മടങ്ങിയത്. CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഡാനി പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, വലിയ ആശങ്കയിലായിരിക്കും കീരമ്പാറ നിവാസികൾ ഉള്ളത്. ഇതെപ്പോഴാണ് ആന എത്തിയത്? വിവരങ്ങൾ. അശ്വതി, ഇന്ന് പുലർച്ചെയാണ് നിരവധിയായ കൃഷിയിടങ്ങളും എല്ലാം തന്നെയുള്ള ഒരു മേഖലയാണിത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ആനക്കൂട്ടം ഇവിടേക്ക് എത്തിയത്. അതിനുശേഷം നിലവിൽ ഇപ്പോൾ ആനക്കൂട്ടം തിരികെ കാട്ടിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിൽ തന്നെ ഇവിടെ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്, കൃഷിക്ക് നാശം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വാഴയും അതോടൊപ്പം തന്നെ ചേന തുടങ്ങിയ കൃഷി എല്ലാം തന്നെ ഈ മേഖലയിൽ വ്യാപകമാണ്. ഈ തോട്ടത്തിൽ ആനക്കൂട്ടം കയറി ഇറങ്ങിയത് മൂലം വ്യാപകമായ രീതിയിൽ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ മേഖല കഴിഞ്ഞ കുറെ നാളുകളായി ഈ കോതമംഗലം ആ മേഖലയിൽ പലപ്പോഴായിട്ട് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നുണ്ട്. അത് ഒറ്റയ്ക്കായും അല്ലെങ്കിൽ ചിലപ്പോഴെല്ലാം കൂട്ടത്തോടെയും എല്ലാം തന്നെ വരുന്നുണ്ട്. അത് വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഭീഷണിയാവുന്നു.
ഒപ്പം തന്നെ വ്യാപകമായ രീതിയിൽ കൃഷി നശിപ്പിക്കപ്പെടുന്നു എന്നതാണ്. കാരണം ആളുകൾക്ക് ഉപദ്രവം ഉണ്ടായില്ലെങ്കിൽ കൂടിയും ഇത് കയറി ഇറങ്ങി പോകുന്നത് കൃഷിയിടങ്ങളിലെല്ലാം തന്നെ കൃഷിയിടങ്ങളിൽ കൂടിയാണ്. അത് തിരിച്ച് ഇത് കാട്ടിലേക്ക് കയറുന്നതിന് മുമ്പായി അതിനെ തിരിച്ച് കയറ്റാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നു. അത് തിരിച്ച് പരിഭ്രാന്തരായി കാട്ടാനക്കൂട്ടം ഓടുന്നതുമെല്ലാം തന്നെ ഈ മേഖലയിൽ കൃഷിക്ക് കാര്യമായ രീതിയിൽ തന്നെ നാശമുണ്ടാക്കുന്നു എന്നത് തന്നെയാണ് നാട്ടുകാരുടെയും ഒരു അനുഭവം എന്ന് പറയുന്നത്. ഇന്ന് ഈ വിവരം അറിഞ്ഞ വനപാലകർ ഇവിടേക്ക് എത്തുകയും കാട്ടിലേക്ക് തന്നെ ആനക്കൂട്ടത്തെ തിരിച്ചയക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ തുടരുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ആനക്കൂട്ടം തിരികെ കയറിപ്പോയത്. എന്തായാലും കൃഷി നാശമുണ്ടായിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ഓണമെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് കർഷകർ കൃഷിയും മറ്റും ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആ രീതിയിൽ തന്നെ അവർക്കൊരു നല്ല തിരിച്ചടി ഇപ്പോൾ നേരിട്ടിരിക്കുന്ന കർഷകർക്ക് എന്തായാലും ഒരു ഭീതി ഒഴിഞ്ഞിരിക്കുന്നു എന്നൊരു ആശ്വാസം ആളുകൾക്കുണ്ട്. ശരി ഡാനി, ഒന്ന് തുടരണം. ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി വേണം. എറണാകുളത്ത് കടൽക്കയറ്റം രൂക്ഷമായ എടവനക്കാട് പഞ്ചായത്തിൽ താൽക്കാലിക പരിഹാര നടപടികൾക്കായി ജില്ലാ കളക്ടർ NSK ഉമേഷ് ഫിഷറീസ് മന്ത്രിയെ കാണും. നടപടിയുടെ ഭാഗമായി 330 മീറ്റർ നീളത്തിൽ ജിയോ ബാഗ് ഉപയോഗിച്ചുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണം നടത്തും. ഇത് 15 ദിവസത്തിനകം പൂർത്തിയാക്കും. 40 ലക്ഷം രൂപ ചെലവിലാണ് താൽക്കാലിക സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക. ഡാനി, ഈ ഇത്തരത്തിൽ 15 ദിവസത്തിനകം പൂർത്തിയാകുമെന്ന് പറയുമ്പോഴും താൽക്കാലികമാണ് ഈ സംരക്ഷണ ഭിത്തി. എത്രത്തോളം ഉൾക്കൊള്ളും അവിടുത്തെ ജനങ്ങൾ ഇത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഇപ്പോൾ ജില്ലാ കളക്ടർ ചർച്ച നടത്തുന്ന തിരുവനന്തപുരത്ത് വകുപ്പ് മന്ത്രിയുമായിട്ട് ഫിഷറീസ് മന്ത്രിയുമായി അടക്കം കാര്യങ്ങൾ കൂടിയാലോചന നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുകയും ഇപ്പോഴുണ്ടാവുന്ന ഈ സ്ഥിതി അത് അറിഞ്ഞ് മനസ്സിലാക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സെക്രട്ടറി മേഖല സന്ദർശിക്കുകയും കൃത്യമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഈ ദിവസങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന നാശനഷ്ടങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് തയ്യാറാക്കി എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയും ചെയ്യുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ ഗുരുതരമായ രീതിയിൽ കടലാക്രമണ ഭീഷണി ആർക്കും നേരിടുന്ന വീടുകൾ നാശസംഭവം. അപ്പോൾ ശാശ്വതമായ രീതിയിലുള്ള ഒരു പരിഹാര നടപടികളാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ കടൽഭിത്തി അല്ലെങ്കിൽ പുലിമുട്ട് ഇവിടെ എല്ലാം തന്നെ ഒരു നിർമ്മാണമാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് മുൻപ് താൽക്കാലികമായെങ്കിലും അവർക്കൊരു സുരക്ഷിത കവചം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജിയോ ബാഗുകൾ അടക്കം സംവിധാനങ്ങളിലേക്ക് കടക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ ഇതിനിടയിൽ പൂർത്തിയാക്കാമെന്നാണ് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകുന്നത്. ഇന്ന് CPM-ന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം അടക്കം ഉള്ള കാര്യങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. കടലാക്രമണം ഇപ്പോഴും ഈ മേഖലയിൽ തുടരുകയുമാണ്. ശരി ഡാനി, പോളാണ് വിവരങ്ങൾ നൽകി. എന്തായാലും എടവനക്കാട്ട് വലിയ പ്രതിഷേധത്തിലായിരുന്നു ജനങ്ങൾ. അവരുടെ പ്രശ്നത്തിന് ഉടനെ പരിഹാരമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാസപ്പടി കേസ് അന്വേഷണത്തിനെതിരെ CMRL ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിന് കൈമാറിയ പണത്തിന്റെ സ്രോതസ് കണ്ടെത്തേണ്ടതുണ്ടെന്നും ED കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. CMRLനെതിരെ നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നും പേരുകൾ വെളിപ്പെടുത്താനാകില്ല എന്നുമായിരുന്നു ED നിലപാട്. കോട്ടയത്തെ ആകാശപാത പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങി കോൺഗ്രസ്. ജൂലൈ 6-ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തും. കോട്ടയത്തെ ജനങ്ങളെ അപമാനിക്കുകയാണ് പദ്ധതി അട്ടിമറിക്കുന്നതിലൂടെ സർക്കാർ ചെയ്തതെന്ന് തിരുവഞ്ചൂർ ആരോപിക്കുന്നു. എന്തായാലും ആകാശപാതയെ സംബന്ധിച്ച് പുതിയ തർക്കങ്ങളിലേക്കും സമരങ്ങളിലേക്കും പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ജൂലൈ 6-ന് കോട്ടയത്ത് ആകാശപാതയ്ക്ക് സമീപം ഉപവാസ സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനം. MLA-യുടെ നേതൃത്വത്തിൽ ഉപവാസമിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഈ ഉപവാസ സമരം ഉണ്ടാകും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. അതായത് ആകാശപാതയെ സംബന്ധിച്ച് അത് കോട്ടയത്തെ ജനങ്ങളെ അപമാനിക്കുകയാണ് KB ഗണേഷ് കുമാർ ചെയ്തത്. ഇത് ബിനാലെ കോട്ടയത്തേക്ക് എത്തിയതാണ് എന്ന പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു തിരുവഞ്ചൂരിന്റെ വിമർശനം. ഒരു നിർമ്മാണ പ്രവർത്തനം ഒരു ഗവൺമെന്റ് നടത്തിയാൽ ആ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വം എന്താ? അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അത് പൂർത്തിയാക്കുന്നതിന് പകരം തടസ്സങ്ങൾ പറയുന്ന എന്തിനാ? ഇത്രയും വാചാലമായി സംസാരിച്ച മന്ത്രി, എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമൊക്കെയാണ്. പക്ഷെ അദ്ദേഹം കോട്ടയത്ത് വന്ന് ഇതൊന്ന് കാണുക പോലും ചെയ്തിട്ടില്ല. അദ്ദേഹം ബിനാലെയാണ്
എന്നാ പറഞ്ഞത്. ബിനാലെ അവിടെ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നതാണ് എന്നൊരു തോന്നല. ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ പറയാമോ? ഒരു സമൂഹത്തെ അങ്ങനെ ആക്ഷേപിക്കാമോ? നമ്മളാരും ബുദ്ധിയില്ലാത്ത ആളുകളാണ്. കോട്ടയത്തുള്ള ആളുകൾ അഭിമാനബോധം ഇല്ലാത്ത ആളുകളാണോ? ബിനാലയുടെ പ്രതിഭ വെക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പുള്ളി ധരിച്ചു എന്ന് ഞാൻ ചോദിച്ചത് ശരിയാണോ? സംസ്ഥാനത്തെ ഒരു മന്ത്രിയല്ലേ, സ്വാഭാവികമായിട്ടും മന്ത്രി അതിനൊത്ത രൂപത്തിൽ ഉയർന്നു വേണ്ടേ ഒരു മറുപടി നിയമസഭയിൽ പറയാൻ. എന്തായാലും സങ്കുചിത ചിന്തയാണ് CPM-ന് ഇക്കാര്യത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ പദ്ധതി മുടക്കുന്നത് എന്ന് തിരുവഞ്ചൂർ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒപ്പം തന്നെ കോടിമതയിലെ 2ാം പാലം അതും വർഷങ്ങളായി പണി തുടരാനാകാതെ കിടക്കുന്നു. കേവലം ആകാശപാതയോട് മാത്രമല്ല, ഇത്തരം പദ്ധതികളോടൊക്കെ ഇടത് സർക്കാരിന് അത് തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം കോട്ടയത്തെ ജനങ്ങളാകെ ഈ സർക്കാർ നിലപാടിനെതിരെ രംഗത്ത് വരുന്നു എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തിരുവഞ്ചൂർ വിമർശനം ഉന്നയിക്കുന്നത്. എന്തായാലും കോട്ടയത്ത് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയ CPM ജില്ലാ ഘടകം ഇതിന് സ്ഥലം ഏറ്റെടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഫലത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൻ്റെ ഇക്കാര്യത്തിൽ സ്ഥലം ഏറ്റെടുക്കണമെന്ന കാര്യത്തിൽ തിരുവഞ്ചൂർ മറുപടി പറയണം എന്നതുൾപ്പെടെ ഏതാണ്ട് 10ഓളം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഭൂമി ഏറ്റെടുക്കേണ്ട കാര്യം ഇതിനില്ല, നടപ്പാതയിൽ തന്നെയാണ് ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം അതിനും മറുപടി പറയുന്നുണ്ട്. എന്തായാലും വലിയ വാദപ്രതിവാദമായി കോട്ടയം രാഷ്ട്രീയത്തിൽ ഈ ആകാശപാത വീണ്ടും ഉയർന്നു വരികയാണ്. മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണമെന്ന് KSU. ഭരണഘടനയെ അപമാനിച്ച മന്ത്രി സജി ചെറിയാൻ 10ാം ക്ലാസ്സിൽ വിജയിച്ച വിദ്യാർത്ഥികളുടെ നിലവാരം അളക്കാൻ പാടുപെടേണ്ട. 10ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥികളെ പെരുവഴിയിൽ നിർത്താതെ ആദ്യം തുടർ പഠനത്തിനാവശ്യമായ സാഹചര്യം ഒരുക്കുന്നതിന് സർക്കാർ ശ്രദ്ധ നൽകണമെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ആരെങ്കിലും തോറ്റുപോയാൽ ഗവൺമെന്റ് പരാജയമാണെന്നാണ് നമ്മുടെ ഇടവേള. കൃത്യമായ ഒരു ആൻസർ പറയാനായിട്ട് ഇന്ന് ഞാൻ അറിഞ്ഞത് അവിടെ ക്യാമ്പ് ഡേവിഡിൽ പ്രസിഡന്റ് ബൈഡനും ബൈഡന്റെ ഫാമിലിയും ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അവര് ഫാമിലിയിൽ ആ കാര്യം ഡിസ്കസ് ചെയ്യും, അതിനുശേഷം പാർട്ടിയിലേക്ക് അറിയിക്കും. അൺഒഫീഷ്യലി ഇതെല്ലാം അൺഒഫീഷ്യൽ ടോക്കുകളാണ്. എന്നാൽ ബൈഡൻ വൈറ്റ് ഹൗസ് പറയുന്നത് ബൈഡൻ ഒരു കാരണവശാലും പിന്നോട്ട് പോകത്തില്ല, അതൊരു വൺ ടൈം ഇൻസിഡന്റ് ആയിരുന്നു. അന്ന് ബൈഡൻ ആരോഗ്യസ്ഥിതി വളരെ നല്ലതല്ലായിരുന്നു അന്ന്. അങ്ങനെയുള്ള പല റീസൺസുകളും PR വർക്കിലൂടെ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് മുന്നിലേക്ക് വിടുന്നുണ്ട്, പത്രവാർത്തകളിലേക്ക് വിടുന്നുണ്ട്. എന്നാൽ ഡെമോക്രാറ്റുകളും ഇൻഡിപെൻഡന്റ് ആൾക്കാരും മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് അതിർവരമ്പുണ്ടെന്ന ജിഫ്രി തങ്ങളുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സമസ്ത സ്ത്രീകളോട് മാപ്പ് പറയണമെന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ. ഒരു നൂറ്റാണ്ടുകാലം സ്ത്രീ വിദ്യാഭ്യാസത്തെ ശക്തമായി എതിർത്ത സമസ്ത സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണം. വിദ്യാഭ്യാസം നേടുന്ന കാര്യത്തിൽ ആൺപെൺ വ്യത്യാസം കാണിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്ത തടസ്സം നിന്നിട്ടില്ലെന്ന സമസ്ത പ്രസിഡന്റ് പ്രസ്താവന വാസ്തവ വിരുദ്ധമാണെന്നും KNM കോഴിക്കോട് ചേർന്ന KNM സംസ്ഥാന നേതൃസംഗമത്തിലാണ് ആവശ്യപ്പെട്ടത്. രാജ്യത്ത് പാചകവാതക സിലിണ്ടർ വില കുറച്ചു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോ സിലിണ്ടറുകൾക്ക് 30 രൂപയാണ് കുറച്ചത്. 1655 രൂപയാണ് പുതുക്കിയ വില. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. വരാപ്പുഴ അതിരൂപത സഹായ മെത്രനായി മോൺസിഞ്ഞോർ ഡോക്ടർ ആന്റണി വാലുങ്കലിന്റെ അഭിഷേകം നടന്നു. വല്ലാർപാടം സെന്റ് മേരീസ് ബസലിക്ക അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, മുൻ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ, കോട്ടപ്പുറം ഭദ്രാസന മുൻ ബിഷപ്പ് ജോസഫ് കാരിക്കശ്ശേരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ചടങ്ങിൽ പ്രസംഗിച്ചു. KSRTC കണ്ടക്ടർക്ക് നേരെ യാത്രക്കാരന്റെ അക്രമം. ടിക്കറ്റ് എടുക്കാതെ ഇരുന്നത് ചോദ്യം ചെയ്തതിനായിരുന്നു KSRTC അടൂർ ഡിപ്പോയിലെ കണ്ടക്ടർ മനീഷിനെ യാത്രക്കാരൻ അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്തത്. ഇന്നലെ രാത്രി കായംകുളത്ത് നിന്ന് അടൂരിനുള്ള അവസാന ബസ്സിലായിരുന്നു കയ്യേറ്റം. നീ
35 രൂപയ്ക്ക് 40 രൂപയ്ക്ക് 2 ലക്ഷം രൂപ ശമ്പളം പഠിക്കുന്ന 2 ലക്ഷം രൂപ ശമ്പളം പഠിക്കുന്ന. വർക്കല കാപ്പിൽ ബീച്ചിൽ ശക്തമായ തിരയിൽപ്പെട്ട് 2 പേർ മരിച്ചു. കൊല്ലം ഷീമാട്ടി സ്വദേശി അൽ അമീൻ, കൊട്ടാരക്കര സ്വദേശി അൻവർ എന്നിവരാണ് മരിച്ചത്. കുടുംബത്തോടൊപ്പം കാപ്പിലെത്തിയ ഇവർ കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെടുകയായിരുന്നു. പ്രവാസിയായ അൻവർ ബക്രീദിന്റെ അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു. അമ്മയുടെ 30ാം വാർഷിക പൊതുയോഗത്തിൽ പുതിയ 17-അംഗ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. 2024-27 പ്രസിഡന്റായി മോഹൻലാൽ, ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായി ജഗദീഷും ആർ ജയനും തെരഞ്ഞെടുക്കപ്പെട്ടു. ഉണ്ണി മുകുന്ദനാണ് ട്രഷറർ. ജോയിന്റ് സെക്രട്ടറി ബാബുരാജ്. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കലാഭവൻ ഷാജോൺ, സുരാജ് വെഞ്ഞാറമൂട്, ജോയ് മാത്യു, സുരേഷ് കൃഷ്ണ, ടിനി ടോം, അനന്യ, വിനു മോഹൻ, ടോവിനോ തോമസ്, സരയു മോഹൻ, അൻസിബ എന്നിവരെ തെരഞ്ഞെടുത്തു. അമ്മയുടെ ബൈലോ അനുസരിച്ച് 4 വനിതാ പ്രതിനിധികൾ വേണം. ഇനിയുള്ള ഒരു വനിതാ പ്രതിനിധിയെ അടുത്ത എക്സിക്യൂട്ടീവ് യോഗത്തിൽ നോമിനേറ്റ് ചെയ്യും. മലയാളികൾ ടീമിലുണ്ടെങ്കിൽ കപ്പ് കിട്ടുമെന്ന് ഇനി വിശ്വസിച്ചേ പറ്റൂവെന്ന ഇന്ത്യൻ ടീമിലെ മലയാളി സാന്നിധ്യം സഞ്ജു സാംസൺ. ഇന്ത്യ കിരീടം നേടുമെന്ന് ഉറപ്പായിരുന്നു. കിരീട നേട്ടത്തിന് ശേഷം ടീമിലെ ലെയ്സൺ ഓഫീസറും മലയാളിയുമായ സിബി ഗോപാലകൃഷ്ണനുമായുള്ള സൗഹൃദ സംഭാഷണത്തിലാണ് സഞ്ജുവിന്റെ വാക്കുകൾ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? കണ്ടല്ലോ സഞ്ജു സാംസന്റെ അവാർഡ് മെഡൽ മെഡൽ കറക്റ്റ് അത് തന്നെ. വിമൽ ചേട്ടാ, ഇതാ വിമൽ ചേട്ടാ, നമ്മുടെ വിമൽ ചേട്ടനാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. വിമൽ ചേട്ടൻ പണ്ടൊരു വീഡിയോ ചെയ്ത് നമ്മുടെ ആൾക്കാരെല്ലാവരും അത് തന്നെ പണ്ടൊരു വീഡിയോ ചെയ്ത് ഹിറ്റാക്കിയിട്ടുള്ളതാണ് വിമൽ ചേട്ടൻ. അങ്ങനെ 32 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അമേരിക്കയിൽ നിന്നും കരിബിയിൽ നിന്നും വിട പറയുകയാണ് വേൾഡ് കപ്പുമായിട്ട്. എന്ത് തോന്നുന്നു? ഒന്നും പറയാൻ പറ്റുന്നില്ല. അത്ര അങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും. വാക്കുകൾ കിട്ടാത്തൊരു സമയമാണ്. അപ്പൊ ഭയങ്കര സന്തോഷം. വാക്കുകൾ ഉടക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അല്ല, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മൊമെന്റിന് നമ്മളെല്ലാവരും ഇവിടെ ഉള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. വെരി ഗ്രേറ്റ്ഫുൾ ടു ബി പാർട്ട് ഓഫ് ദിസ് ഇന്ത്യൻ ടീം ഫാമിലി. വി റിയലി ഡിസേർവ് ടു വിൻ. നമ്മൾ ജയിക്കണമായിരുന്നു. ഈ ടീം നമ്മൾ കുറേ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഫൈനലെത്തും, സെമി ഫൈനലെത്തും, അവിടെ പോവും, ഇവിടെ പോവും. അങ്ങനെ അവസാനം ഈ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്രാവശ്യം വേൾഡ് കപ്പ് ക്രിക്കറ്റ് നമുക്കൊരു വേൾഡ് കപ്പ് തരുമെന്ന് നമുക്കറിയായിരുന്നു. അത് നമുക്ക് കിട്ടിയാലും വലിയ സന്തോഷം. വളരെ സന്തോഷമാണ്. അപ്പോൾ ഇനി സ്വകാര്യം പറയാം. മലയാളികൾ 2-3 മലയാളികളുണ്ടെങ്കിൽ, ഒരു മലയാളിയെങ്കിലും ഉണ്ടെങ്കിൽ വേൾഡ് കപ്പ് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും അത്തരം ശാസ്ത്ര പ്രചരണങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇനി വിശ്വസിച്ചേ പറ്റൂ. അത് സിബി ചേട്ടനെ കുറിച്ച് ഇന്ത്യൻ ടീമിൽ എല്ലാവർക്കും ഭയങ്കര നല്ലൊരു അഭിപ്രായമാണ്. ഇത്രയും ലോക്കൽ സപ്പോർട്ട് വെസ്റ്റ് ഇൻഡീസിൽ ഇല്ലായിരുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമുക്ക് സിബി ചേട്ടൻ ഉള്ളതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഏറ്റവും ജോളി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ടീമിന് എപ്പോഴും പോസിറ്റിവിറ്റി തന്നതും പിന്നെ നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്തും സിബി ചേട്ടനാണ് വിജയത്തിന് പിന്നിൽ. നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, സഞ്ജുവിനോട് മലയാളികൾക്ക് എന്നും ഒരു പക്ഷേ മലയാളികൾ ഇത്രയും സ്നേഹിച്ച വേറെ മനുഷ്യൻ കാണത്തില്ല. അല്ല അങ്ങനെയാണ് അല്ല അതാണ് ശരിക്കും. അതായത് മലയാളികൾ ഇത്രയും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വേറെ ആരും കാണത്തില്ല. അത് ഭയങ്കര ഒരു ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു സംഭവമാണ്, ഇത്രയും അല്ലെങ്കിൽ വിചാരിക്കാത്തൊരു സംഭവമാണ്. നമ്മളെ പ്രാർത്ഥനയും നമ്മുടെ ചിന്തകളാണല്ലോ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ ആൾക്കാരും ഇത്രയും ജനുവനായിട്ട് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോഴും അത്രയും പോസിറ്റീവായിട്ട് തന്നെ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും വലിയ സന്തോഷവും കടപ്പാടും എന്തെങ്കിലും പറയാനുണ്ട്? എന്താണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഇവിടുന്ന് എങ്ങോട്ടാണ്? അതല്ല ക്രിക്കറ്റിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് അല്ല, ഇമ്മീഡിയറ്റ് ഇവിടെ കഴിഞ്ഞാൽ എന്താണ് അടുത്ത സ്റ്റെപ്പ്? കപ്പം മേടിച്ച് നമ്മൾ ചോറും കഴിച്ച് ഇനി അടുത്ത വണ്ടിക്ക് എയർപോർട്ടിൽ പോയ പോലെ ഭയങ്കര ഒരു മൊമെന്റ് ആണ് ഇത്. നമ്മൾ പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പ് ആലോചിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇതൊന്ന് ആഘോഷിക്കണം. വെസ്റ്റ് ഇൻഡീസിലെ സിബി ചേട്ടനുമായിട്ട് ഇന്ത്യൻ ടീമായിട്ട് നമ്മൾ ഇന്ന് തകർക്കും. അതാണ് നമ്മുടെ അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എറണാകുളം കോതമംഗലം മാർക്കറ്റിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും വൃത്തിഹീനമായ അന്തരീക്ഷവും മഴക്കാലത്ത് കൊതുകുകൾ പെരുകിയതും ഗുരുതര ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുന്നു.
ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ വന്നു പോവുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന എറണാകുളം കോതമംഗലത്തെ പ്രധാന മാർക്കറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും വൃത്തിഹീനമായ അന്തരീക്ഷവും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധമുയരുന്നത്. ഏക ആശ്രയമായിരുന്ന ടോയ്ലറ്റ് പ്രവർത്തനരഹിതമായതോടെ ആളുകൾ പുറത്ത് മലമൂത്ര വിസർജനം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് പരിസര മലിനീകരണം രൂക്ഷമായത്. നമ്മൾ ഇവിടെ ഒരാഴ്ചയോളം മുമ്പ് ഇതിനെതിരെ നമ്മൾ ഇവിടെ ഒരു പ്രതിഷേധ സമരം നടത്തിയതായിരുന്നു. മുനിസിപ്പാലിറ്റിയിൽ ചെന്ന് അതിന് പരാതി കൊടുത്തു. അതിന് ഒരു നടപടി ഉണ്ടായില്ല. ഇവിടെ ഈ പരിസരമൊക്കെ വളരെ വൃത്തികേടായി കിടക്കുകയാണ്. കൊതുകുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ്. അതുപോലെ ഇപ്പം നമ്മൾ ടോയ്ലറ്റ് ഇതിന് ബാക്കി കാണുന്ന ഈ ടോയ്ലറ്റ് ഉണ്ട്, അത് ഇവിടെ 2-3 വർഷം മുമ്പ് ഡെങ്കിപ്പനി ബാധിച്ച് ഇവിടെ അതിന് പകരം ഇവിടെ നിർമ്മിച്ചതാണ് ഉപയോഗിക്കാനായിട്ട്. പക്ഷെ അത് ഉപയോഗശൂന്യമായതിനാൽ തൊഴിലാളികളും അതുപോലെയുള്ള വരുന്നവരെല്ലാവരും ഇങ്ങനെ മലമൂത്ര വിസർജനം ഇങ്ങനെ പൊതുസ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഒരു പരിഹാരവും കാണാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. കച്ചവട കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷയുമില്ല, അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. മാർക്കറ്റിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുകയാണ്. ഇതിനോട് ചേർന്നാണ് സർക്കാർ സ്കൂളും ആശുപത്രിയും ബസ് സ്റ്റാൻഡും റവന്യൂ ടവറുമെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ട് ആം ആദ്മി പ്രവർത്തകർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു പ്രതിഷേധ പ്രകടനം ഇതിന് മുൻപിൽ നടത്തുകയും അധികാരികൾക്ക് ഇതിനുവേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുകയും അവിടെ ചെന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഹെൽത്തിൽ നിന്ന് ആള് വന്ന് ഇത് നോക്കുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും ഇത് പരിഹരിക്കുവാൻ, ഇതിനൊരു ശാശ്വതമായി പരിഹാരം കാണുവാൻ ഇതിന് അധികാരികൾ ശ്രമിച്ചിട്ടില്ല എന്നതാണ് നഗ്നമായ ഒരു യാഥാർത്ഥ്യം. നാം ഓർക്കണം, ഒരു കൗൺസിലർ ജനങ്ങളുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി വിജയിപ്പിച്ചു വിട്ട ഒരു കൗൺസിലർ അല്ലെങ്കിൽ മുനിസിപ്പൽ അധികാരികൾ ഇത്തരത്തിലുള്ള വലിയൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുവാൻ നാട്ടുകാർ രംഗത്തേക്ക് കടന്നു വരണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത്. പൊതുജനങ്ങൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുകയും കൊതുകുകളും കൂത്താടികളും വളരെയേറെ ചുറ്റുപാട് വളർന്ന് പന്തലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇവിടുത്തെ അധികാരികൾ മനസ്സിലാക്കുന്നില്ല. പലതവണ കംപ്ലൈൻറ്റുകൾ കൊടുത്തതായിട്ടും അവരിവിടെ വന്ന് നോക്കിയതായിട്ടുമാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ ഇതിൻ്റെ പരിസരത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട്, അത് ഇവിടുത്തെ മാർക്കറ്റിലുള്ള ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതും കണ്ടമാനം മലിനമായി കിടക്കുകയാണ്. അതിൻ്റെ അകത്ത് കുപ്പികളും വേസ്റ്റുകളും ജനങ്ങൾ തന്നെ കൊണ്ടുപോയിടുന്നു. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് മാർക്കറ്റ് ശുചീകരിച്ച് മാലിന്യങ്ങൾ നീക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കോതമംഗലം. ഐബിസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻസ് വാർത്തയിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. കളിയിക്കാവിള കൊലപാതക കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായിരിക്കുന്നു. ഒളിവിലായിരുന്ന സുനിൽ കുമാറിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിടിയിലായത് തിരുവനന്തപുരം പാറശാലയിൽ നിന്നാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കളിയിക്കാവിള കൊലപാതക കേസ് ഏവരെയും നടുക്കിയ ഒരു കൊലപാതക കേസായിരുന്നു. അതിൽ ഇപ്പോൾ ഒളിവിലായിരുന്ന സുനിൽ കുമാർ കൂടി പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, എവിടെ നിന്നാണ് ഇയാളെ പിടിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിനോദ്, കേൾക്കാമോ? എവിടെ നിന്നാണ് ഇയാൾ പിടിയിലായത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഇപ്പോൾ പാറശാലയിൽ നിന്നാണ് സുനിൽകുമാർ പിടിയിലായിരിക്കുന്നത്. ഒരു വീട്ടിൽ, പാറശാലയിൽ തന്നെയുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഇയാൾ ഒളിവിലായിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. കേരള പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് തമിഴ്നാട് പോലീസ് പിടികൂടിയത്. ഇപ്പോൾ കളിയിക്കാവിള സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഈ കൊലപാതകത്തിൽ കൃത്യമായ പങ്ക് സുനിലിനുണ്ട് എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഈ ഇൻഷുറൻസ് തുകയുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് ആദ്യഘട്ടത്തിൽ പോലീസ് അത്ര കണ്ട് ഗൗരവമായി എടുത്തില്ലെങ്കിൽ കൂടിയും ഇപ്പോൾ ആ വഴിക്കുള്ള അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. കാരണം ഏതാണ്ട് 4 കോടി രൂപയ്ക്ക് അടുത്ത് തുകയ്ക്ക് കൊല്ലപ്പെട്ട ദീപു അടുത്തിടെ ഇൻഷുറൻസ് എടുത്തിരുന്നു എന്ന ഒരു വിവരമാണ്. അത് ആരുടെ പേരിലാണ് ഈ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഇവർ ഗൂഢാലോചന നടത്തിയത്, അമ്പിളിയുമായി നടത്തിയ ഗൂഢാലോചന, അത് ദിവസങ്ങളുടെ ഗൂഢാലോചന ഉണ്ടായിരുന്നു. അത് ദീപുവിന്റെ കൂടി അറിവോടുകൂടിയായിരുന്നു ഈ കൊലപാതകം. ഈ കാര്യം കൂടി ഇപ്പോൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കളിയിക്കാവിള കൊലപാതക കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായിരിക്കുന്നു. ഒളിവിലായിരുന്ന സുനിൽ കുമാറിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാറശാലയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. വിനോദാണ് വിശദവിവരങ്ങൾ നൽകിയത്. വാർത്താരംഭം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. നമസ്കാരം.